ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ആവറേജിങ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ ചെയ്യണമെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് ആവറേജിങ്? സ്റ്റോക്കിന്റെ വില നമ്മൾ പൊസിഷൻ എടുത്തതിന് ശേഷം താഴേക്ക് പോയാൽ കൂടുതൽ ക്വാണ്ടിറ്റി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ആവറേജ് പ്രൈസ് താഴെ കൊണ്ടുവരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം പെട്ടെന്ന് പ്രോഫിറ്റബിലിറ്റിയിൽ എത്തുവാൻ കഴിയും. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കണം. കാരണം സ്റ്റോക്കുകൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു സേഫ്റ്റി അവിടെ ഇല്ലാതാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആവറേജിങ് ഡൗൺ സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ താഴെ പോകും തോറും കൂടുതൽ പൊസിഷൻസ് വാങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു പക്ഷേ തിരിച്ചു വന്നില്ലെങ്കിൽ നഷ്ടമാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ളത്. കാരണം ഫണ്ടമെൻ്റലായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കാരണവും സ്റ്റോക്ക് താഴേക്ക് പോകാറുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ സ്റ്റോക്കിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു നിശ്ചിത ലെവല് വരെ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ, ഒരു നിശ്ചിത എമൗണ്ട്, നമ്മുടെ മൊത്തം ക്യാപിറ്റലിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രം റിസ്ക് എടുത്ത് നമുക്ക് ചെയ്യാം സ്റ്റോക്കിലാണ് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ നമുക്ക് നിഫ്റ്റി 50-ലോ അല്ലെങ്കിൽ സെൻസെക്സ് പോലെയുള്ള ഏതെങ്കിലും ഇൻഡെക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ETF-ലോ മ്യൂച്വൽ ഫണ്ടിലോ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജിങ് ഡൗൺ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ കഴിയും. കാരണം അവിടെ പല സ്റ്റോക്കുകളുടെ ഒരു കോമ്പിനേഷനാണ് ETF-ൽ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നമുക്ക് ആവറേജിങ് ഡൗൺ ചെയ്യാൻ സ്യൂട്ടബിൾ ആണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ ETF ആണ് ഏറ്റവും സ്യൂട്ടബിൾ. ലോങ് ടേമിൽ മാർക്കറ്റ് റിക്കവർ ചെയ്യപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ചില ഡിഫൻസീവ് സ്റ്റോക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. നിഫ്റ്റിയിലാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ETF ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ആ പോർട്ട്ഫോളിയോ പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇൻഡെക്സ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ലോങ് ടൈം SIPക്ക് സ്യൂട്ടബിൾ ആണ്. നമുക്ക് ഒരു ChatGPT-യോടൊന്ന് ചോദിച്ചു നോക്കാം, ഇതുവരെ വന്നിട്ടുള്ള ഫോളുകൾ, അതായത് നിഫ്റ്റിയിൽ വന്നിട്ടുള്ള ഫോളുകൾ എങ്ങനെയാണത് റിക്കവറി നടത്തിയിട്ടുള്ളതെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. 2 ചോദ്യങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിച്ച് വാസ് ദ ഡീപ്പസ്റ്റ് ഫോൾസ് ഇൻ ദ നിഫ്റ്റി 50 സിൻസ് ഇറ്റ്സ് ബീൻ? ഇൻഡെക്സ് നിഫ്റ്റി 50 തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്ന ഫോളുകൾ ഏതൊക്കെയാണ്? അത് തിരിച്ചു വരാൻ എത്ര സമയമെടുത്തു? അതിൻ്റെ വിശദ വിവരം ഒന്ന് തരാൻ നമുക്ക് ChatGPT-യോടൊന്ന് പറഞ്ഞു നോക്കാം. അവർ പല കാര്യങ്ങളും നോക്കിയിട്ട് നമുക്കൊരു ടേബിൾ ഇവിടെ തരികയാണ്. റിക്കവറി ടൈം അവർ തന്നിട്ടില്ല. നമുക്ക് റിക്കവറി ടൈം കൂടെ ആവശ്യമാണ്. ഡീപ് സീക്കിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ടൈം അടക്കം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേബിൾ മാത്രം ഒന്ന് എടുക്കാം, നമുക്ക് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. 2000-2001 60% വരെ ഇത് പോയിട്ടുണ്ട്. അത് .com ബബിൾ ആണ്. ഗ്ലോബൽ മാർക്കറ്റ് ക്രാഷിന്റെ ഭാഗമായിട്ടാണ് പോയത്. 4 വർഷമെടുത്തു റിക്കവർ ആവാൻ. അതായത് ഏത് ലെവലിൽ നിന്ന് പോയോ ആ ലെവലിലേക്ക് തിരിച്ചെത്താൻ 4 വർഷം എടുത്തു. 2005-ലാണ് തിരിച്ചെത്തിയത്. പിന്നീട് ഫോളോ ഉണ്ടായത് 65%.
അത് 2008-2009 റിസഷൻ സമയത്താണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, ലേമാൻ ബ്രദേഴ്സ് കൊളാപ്സ്, US സബ്പ്രൈം ക്രൈസിസ്, ഈ വക പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട് ആഗോളതലത്തിൽ മാർക്കറ്റ് താഴേക്ക് പോയപ്പോൾ നിഫ്റ്റി 65% വരെ താഴെ പോയി. 1.5 വർഷം എടുത്തു. 2010 തിരികെ വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതും കഴിഞ്ഞാണ് തിരികെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. 2012 മറ്റാണ് തിരികെ എത്തിയത്. 2015 വയറിലാൽ 25% താഴെ പോയി. അത് തിരിച്ചു വന്നത് 1 വർഷം കഴിഞ്ഞാണ്. 2020 കോവിഡ് സമയത്ത് 40% താഴെ പോയിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് 2020 ലാസ്റ്റിലെ ഒക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് പഴയ സ്ഥിതിയിലെത്തി. പിന്നെ അവിടുന്ന് മുകളിലേക്ക് പോയി. 2022 18% താഴെ പോയിട്ട് 6 മാസത്തിനുള്ളിൽ തിരിച്ചു വന്നു. അത് റഷ്യ യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഈ സാഹചര്യങ്ങളിലാണ് പോയിട്ടുള്ളത്. പോയപ്പോഴൊക്കെ വളരെ വലിയ രീതിയിൽ പോയെങ്കിലും തിരിച്ചും വന്നിട്ടുണ്ട്. ഇത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഡ്യൂറിങ് ദീസ് ഫോൾസ് എനി സ്റ്റോക്സ് ഔട്ട് പെർഫോംഡ് നിഫ്റ്റി? ഇഫ് സോ പ്ലീസ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ. ഈ കാലയളവിൽ ഇൻഡെക്സ് ഇങ്ങനെയാണ് പോയത്, പക്ഷേ സ്റ്റോക്കുകൾ എല്ലാം ഈ വഴിക്ക് പോയോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് ഇതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ്. യെസ്, ടേബിൾ മതി. മനസ്സിലാക്കേണ്ടത്, ചില സ്റ്റോക്കുകൾ FMCG കമ്പനികളായിട്ടുള്ള ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയുള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ഒരു അനാലിസിസ് നടത്തി ഒരു സ്റ്റേറ്റ്മെന്റ് വേറെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് പറയാം. എന്നാലും ഒരു ഏകദേശം ഐഡിയ ഒക്കെ കിട്ടും. FMCG കമ്പനികൾ ഒക്കെ പെട്ടെന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. യൂട്ടിലിറ്റി കമ്പനികളും തിരിച്ചു വന്നിട്ടുണ്ട്. പവർ ഗ്രിഡ്, NTPC, കോൾ ഇന്ത്യ പോലുള്ള കമ്പനികൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു സെപ്പറേറ്റ് കമ്പനിയാണ്, എന്നാലും ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയാണ്. ഒരു ഇൻഡെക്സ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന വളരെ വലിയ കമ്പനിയാണ്. ഡിവിസ് ലാബ് ഒരു ഫാർമ കമ്പനിയാണ്. ഇതൊക്കെ തിരിച്ചു വന്ന കമ്പനികളുടെ ലിസ്റ്റിൽ പെടുന്നവയാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് അനാലിസിസ് നടത്തിയതാണ് വേറൊരു AI വഴി. നെസ്ലെ ഇന്ത്യ 1 വർഷം കൊണ്ട് തിരിച്ചു വന്നു. 2008 കാര്യമാണ്. 2008 ക്രൈസിസിന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് നിഫ്റ്റി 64.5% താഴെ പോയിട്ട് തിരിച്ചു വന്ന സമയം എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. പക്ഷേ ഈ 4 വർഷ കാലയളവ് എടുത്തില്ല പല സ്റ്റോക്കുകൾക്കും തിരിച്ചു വരാൻ. അങ്ങനെ വന്ന സ്റ്റോക്കുകളാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് 1 വർഷം കൊണ്ട് തിരിച്ചെത്തി. ITC 1.5 വർഷം കൊണ്ട് തിരിച്ചെത്തി, 37% താഴെ പോയിട്ട് 1.5 വർഷം കൊണ്ട് തിരിച്ചെത്തി. കോൾഗേറ്റ് പാൽമോലിയം 37% താഴെ പോയിട്ട് 1 വർഷം കൊണ്ട് തിരിച്ചെത്തി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 40% താഴെ പോയെങ്കിലും 1 വർഷം കൊണ്ട് തിരിച്ചെത്തി. സിപ്ല ഫാർമ കമ്പനിയാണ്, 40% താഴെ പോയി, 2 വർഷം എടുത്തു തിരിച്ചെത്താൻ. പവർ ഗ്രിഡ് 1.5 വർഷം കൊണ്ട് തിരിച്ചെത്തി, 42% താഴെ പോയതിനു ശേഷം. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് 43% താഴെ പോയിട്ട് 1.5 വർഷം കൊണ്ട് തിരിച്ചെടുത്തു. പക്ഷെ അതിനേക്കാൾ ഒക്കെ കൂടുതൽ സമയമാണ് നിഫ്റ്റി എടുത്തത് തിരിച്ചു വരാൻ. ഇത് ഞാൻ പറയുന്നതിന് കാരണം, ചില സ്റ്റോക്കുകൾ ഇൻഡെക്സിനേക്കാൾ സേഫാണ്, പക്ഷെ നമുക്കത് അഡ്വൈസബിൾ അല്ല. എപ്പോഴും ഒരു നിശ്ചിത ലെവൽ വരെ മാത്രമേ ചെയ്യാവൂ. FMCG കമ്പനികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില യൂട്ടിലിറ്റി കമ്പനികളൊക്കെ ഡിഫെൻസീവ് സെക്ടറിൽ പെടുന്നവയാണ്. അതായത് മാർക്കറ്റ് പോകുന്ന അതേ വേഗതയിലും സ്പീഡിലും ഈ സ്റ്റോക്കുകൾ പോകണമെന്നില്ല. ഒരുപക്ഷെ ആ സമയത്ത് ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു ഇൻഡെക്സിൽ ചെയ്യുന്നതിൻ്റെ ഗുണം, ഇൻഡെക്സ് മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡെക്സ് മാനേജ്മെന്റ് ടീമുണ്ട്, അവരാണ് ഇൻഡെക്സ് മാനേജ് ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് ഇൻഡെക്സിൽ നിന്ന് ചില കമ്പനികൾ മാറ്റുകയും ചില കമ്പനികൾ റീപ്ലേസ് അവിടെ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആക്റ്റീവായിട്ട് അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി വളരെ വലിയ രീതിയിലുള്ള ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഇൻഡെക്സ് ഈസ് ഓൾറെഡി ഡൈവേഴ്സിഫൈഡ്. അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്കുകൾ അവിടെ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. മാർക്കറ്റിലെ റിലവൻസ് ഉള്ള സ്റ്റെബിലിറ്റി ഉള്ള കമ്പനികളാണ് അവിടെ എപ്പോഴും നിലനിൽക്കാറുള്ളത്. അല്ലാത്തവ അവിടെ നിന്ന് മാറ്റി പുതിയ കമ്പനികൾ വേറെ അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ റോൾ എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുക, SIP ചെയ്യുക, അല്ലെങ്കിൽ ആവറേജിങ് ഡൗൺ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മാർക്കറ്റിൽ താഴേക്ക് പ്രൈസ് പോകുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി ആവറേജ് ചെയ്യുക. ഇമോഷൻ
ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും മെക്കാനിക്കലായിട്ട് കാര്യങ്ങൾ മുൻകൂറായിട്ട് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് പ്ലാൻ ലോങ് ടേം ഗെയിൻ ആണ് നമ്മളുടെ ലക്ഷ്യം. If you have any questions, please ask. Thank you for watching. Happy investing.